സംസ്ഥാനം ട്രോളിംഗ് നിരോധനത്തിലേക്ക്. ജൂലൈ 31 അർദ്ധരാത്രി വരെ 52 ദിവസത്തേക്കാണ് നിരോധനം. ഈ കാലയളവിൽ യന്ത്രവൽകൃത ട്രോളർ ബോട്ടുകൾക്കും മറ്റ് ചില വിഭാഗം മെക്കനൈസ്ഡ് മത്സ്യബന്ധന വള്ളങ്ങൾക്കും മത്സ്യബന്ധനം നടത്താൻ അനുമതി ഉണ്ടാകില്ല. നിരോധനം ഫലപ്രദമായി നടപ്പാക്കുന്നതിനായി ഫിഷറീസ് വകുപ്പ്, മറൈൻ എൻഫോഴ്സ്മെന്റ്, കോസ്റ്റ് ഗാർഡ്, തീരദേശ പോലീസ് എന്നീ ഏജൻസികൾ സംയുക്ത പരിശോധനകൾ ശക്തമാക്കും. സംസ്ഥാനം വീണ്ടും ട്രോളിംഗ് നിരോധനത്തിലേക്ക്. മത്സ്യസമ്പത്ത് സംരക്ഷിക്കുന്നതിനും മത്സ്യങ്ങളുടെ പ്രജനന കാലയളവിൽ അവയ്ക്ക് സുരക്ഷിതമായ ആവാസ വ്യവസ്ഥ ഉറപ്പാക്കുന്നതിനുമായാണ് വാർഷിക ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തുന്നത്. ജൂൺ 9 അർദ്ധരാത്രി മുതൽ ജൂലൈ 31 അർദ്ധരാത്രി വരെയാണ് കേരളത്തിന്റെ തീരത്തെ കരയിൽ നിന്നും കടലിലേക്ക് 12 നോട്ടിക്കൽ മൈൽ അഥവാ 22 കിലോമീറ്റർ ദൈർഘ്യത്തിൽ ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തുന്നത്. ഈ കാലയളവിൽ കേരളത്തിന്റെ തീരത്ത് യന്ത്രവൽകൃത ട്രോളർ ബോട്ടുകൾക്കും മറ്റ് ചില വിഭാഗം മെക്കനൈസ്ഡ് മത്സ്യബന്ധന വള്ളങ്ങൾക്കും മത്സ്യബന്ധനം നടത്താൻ അനുമതി നൽകില്ല. മൺസൂൺ കാലഘട്ടം മത്സ്യങ്ങളുടെ പ്രധാന പ്രജനന സീസണായതിനാലാണ് എല്ലാ വർഷവും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നിർദ്ദേശപ്രകാരം ട്രോളിംഗ് നിരോധനം നടപ്പാക്കുന്നത്. കടലിന്റെ അടിത്തട്ടിലൂടെ വല വലിച്ചു നീക്കി നടത്തുന്ന ട്രോളിംഗ് രീതി വലിയ അളവിൽ മത്സ്യമുട്ടകളെയും മത്സ്യക്കുഞ്ഞുങ്ങളെയും നശിപ്പിക്കുന്നതായി പഠനങ്ങൾ വ്യക്തമാക്കുന്നു. ഈ പഠനങ്ങളുടെയും കൂടി അടിസ്ഥാനത്തിലാണ് ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തുന്നത്. നിരോധനം ഫലപ്രദമായി നടപ്പാക്കുന്നതിനായി ഫിഷറീസ് വകുപ്പ്, മറൈൻ എൻഫോഴ്സ്മെന്റ്, കോസ്റ്റ് ഗാർഡ്, തീരദേശ പോലീസ് എന്നീ ഏജൻസികൾ സംയുക്ത പരിശോധനകൾ ശക്തമാക്കും. നിയമലംഘനം നടത്തി മത്സ്യബന്ധനത്തിന് ശ്രമിക്കുന്ന ബോട്ടുകൾക്കെതിരെ ശക്തമായ നടപടികളുണ്ടാകും. പിഴയും ലൈസൻസ് റദ്ദാക്കലും ഉൾപ്പെടെയുള്ള കർശന നടപടികളാകും സ്വീകരിക്കുക. അതേസമയം പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് നിബന്ധനകൾക്ക് വിധേയമായി മത്സ്യബന്ധനം തുടരാൻ അനുമതിയുണ്ട്. ചെറിയ വള്ളങ്ങളും പരമ്പരാഗത ഉപകരണങ്ങളും ഉപയോഗിച്ചുള്ള മത്സ്യബന്ധനമാണ് അനുവദിച്ചിരിക്കുന്നത്. ഇതിനാൽ തന്നെ തീരദേശ ഗ്രാമങ്ങളിലെ സാധാരണ മത്സ്യബന്ധന പ്രവർത്തനങ്ങളെ ട്രോളിംഗ് നിരോധനം അത്ര കണ്ട് ബാധിക്കില്ല എങ്കിലും പൊതുവെ പ്രതിസന്ധിയിലായ തീരദേശ ഗ്രാമങ്ങളിൽ ട്രോളിംഗ് നിരോധനം പതിവ് പോലെ പ്രത്യാഘാതങ്ങൾ ഈ വർഷവും സൃഷ്ടിക്കും. കഴിഞ്ഞ വർഷങ്ങളിലെ അനുഭവങ്ങൾ പരിശോധിക്കുമ്പോൾ ട്രോളിംഗ് നിരോധനത്തിന് ശേഷം മത്സ്യലഭ്യതയിൽ കാര്യമായ വർധന ഉണ്ടായതായി മത്സ്യമേഖലയിലെ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. CDNet ന്യൂസ്, കായംകുളം.